ജിൽസി, ഇന്ന് ഈ വിധിയിന്മേലുള്ള ഈ വാദങ്ങളാണ് നടക്കുന്നത്. അതായത് ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് ഈ ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളത് കോടതിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അഭിഭാഷകനും അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ നിരത്തുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വീണ്ടും കോടതിയോട് ഈ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെടാം. അതിനുശേഷം ഈ ശിക്ഷാ വിധി സംബന്ധിച്ച് തിങ്കളോ ചൊവ്വയോ ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു തീയതി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നുണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. വധശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നു. ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഈ പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രതിഭാഗം അവരുടെ വാദങ്ങൾ കൂടി ഉന്നയിക്കും. പ്രോസിക്യൂഷൻ ഏറ്റവും അവസാനമായി പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയ്ക്ക് മനസ്താപം ഉണ്ടായിട്ടില്ല. കൊലപാതകം കേട്ട് എല്ലാവരും ഞെട്ടി, മനസാക്ഷിയുള്ള ഒരു സമൂഹമാകെ ഞെട്ടി വിറച്ച ഒരു കൊലപാതകമായിരുന്നു ഇത്. ഈ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് വധശിക്ഷ തന്നെ നൽകണം എന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന്മേൽ ഇനി പ്രതിഭാഗത്തിന്, അതായത് ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളത് കൂടി പറയുകയാണ്. ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഇപ്പോൾ വാദങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ ഉന്നയിച്ച അതേ കാര്യങ്ങൾ, ഈ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ കുറഞ്ഞ പ്രായമാണ്, 24 വയസ്സ് മാത്രമുള്ളൂ, ഇനിയും സമൂഹത്തിൽ ഒരുപാട് ജീവിക്കണം, അതുകൊണ്ട് ഈ പരമാവധി ഇളവ് നൽകണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ചോദിക്കുന്നത് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്നുള്ളതാണ്. കേസിന്റെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടി ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ, അതായത് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. വധശിക്ഷ ഒരിക്കലും ഇതിൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, സമൂഹം ഞെട്ടിവിറച്ച കേസാണ്, സമൂഹത്തിന് ആകെ സന്ദേശം നൽകുന്ന ഒരു വിധിയായിരിക്കണം ഇത് എന്നാണ് പറയുന്നത്. അതായത് ഒരു യഥാർത്ഥ പ്രണയത്തെ പോലും കൊലപാതകം നടത്തുകയാണ് ഗ്രീഷ്മ ചെയ്തത്. കൊലപാതകം അഭിനയിച്ച് നടിച്ച് ഈ വിളിച്ചു വരുത്തി പല ഘട്ടങ്ങളിൽ ആസൂത്രണം നടത്തിയ കൊലപാതകമായതിനാൽ ഇതിന് ഒരു പരമാവധി ശിക്ഷ എന്നുള്ള നിലയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നാകെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിൽ വധശിക്ഷ നിലനിൽക്കില്ല, വധശിക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സാജിദ്, അതായത് പരമാവധി ശിക്ഷ ഇളവ് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട്, പ്രായം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഗ്രീഷ്മയ്ക്ക് മറ്റ് സാമൂഹ്യ വിരുദ്ധതയൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ശിക്ഷ അത് കുറച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പ്രതിഭാഗം കടന്നിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ കടുത്ത മറുവാദങ്ങളുമായി പ്രോസിക്യൂഷനും നിലകൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇരുവരുടെയും വാദങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ജിൽസി, ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം പ്രാഥമികമായി ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളത് കോടതി കേട്ടു. ഈ കോടതിയിൽ വിശദമായി തനിക്ക് പറയാനുള്ളത് ഗ്രീഷ്മ എഴുതി നൽകിയിരുന്നു. ഇത് കോടതി പൂർണ്ണമായി വായിക്കുകയും ഈ ഗ്രീഷ്മയ്ക്കും അഭിഭാഷകനും പറയാനുള്ളത് കേട്ടു. ഇതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ വെച്ചു. ഇത് ഈ സമൂഹത്തിനാകെ സന്ദേശം നൽകുന്ന ഒരു വിധിയായിരിക്കണം ഇതിൽ വരേണ്ടതെന്നും ഈ പ്രണയബന്ധത്തെ പോലും, യഥാർത്ഥ പ്രണയത്തെ പോലും കൊല ചെയ്യപ്പെടുന്ന ഒരു നടപടിയാണ് ഗ്രീഷ്മ ചെയ്തതെന്നും അതുകൊണ്ട് ഈ വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിഭാഗം, ഗ്രീഷ്മയുടെ അഭിഭാഷകനാണ് കോടതിയിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതിക്ക് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സാമൂഹ്യ വിരുദ്ധ സ്വഭാവമോ ഇതിനു മുൻപ് മറ്റൊരു ക്രിമിനൽ കേസിലോ പ്രതിയല്ല, അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കരുത് എന്നും ഈ വധശിക്ഷ പോലെയുള്ള വലിയൊരു ശിക്ഷയിലേക്ക് കോടതി പോകരുതെന്നും അങ്ങനെ പോകാൻ കഴിയില്ലെന്നും സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ഇത് നേരത്തെ ഉള്ള വാദത്തിനിടെ വന്നിരുന്നു. അതായത് ഈ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഷായത്തിൽ കളനാശിനി ചേർത്തിരുന്നു. അത് പിന്നീട് ഇദ്ദേഹം, അതായത് ഈ സുഹൃത്തായ ഷാരോൺ എടുത്ത് കുടിച്ചതാണ് എന്ന് വാദിച്ചിരുന്നു. പക്ഷെ അത് കോടതിയിൽ നിലനിന്നിരുന്നില്ല. അതേ വാദം പിന്നീടും ഉന്നയിക്കുന്നുണ്ട്. ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗ്രീഷ്മ പലതരത്തിലും ശ്രമിച്ചു
മരിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഒരു നിവർത്തിയുമില്ലാതെ ഈ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞു വെക്കുകയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും